സവിത സർവസ്വ പ്രസവിത എന്നാണ് സവിതുർ എന്നതിന്റെ അർത്ഥം. നമുക്കെല്ലാവർക്കും ജന്മം നൽകുന്ന ശക്തി. നമ്മൾ ആശുപത്രികളിൽ പോകുമ്പോൾ കാണാറില്ലേ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രസവ വാർഡ് എന്ന്. പ്രസവം എന്ന വാക്ക് എവിടെ നിന്നാണ് വന്നത്? അത് വന്നത് പ്രസവ വേദന, ഒരു പുതിയ ജന്മം നൽകാനുള്ള വേദന, അതുമായി ബന്ധപ്പെട്ടാണ്. സവിത എന്ന വാക്ക് എവിടെ നിന്ന് ഉത്ഭവിച്ചോ അവിടെ നിന്ന് തന്നെയാണ് പ്രസവം എന്ന വാക്കും വന്നിരിക്കുന്നത്. സവിതയുടെ ഒരർത്ഥം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ജന്മം നൽകുക എന്ന സങ്കല്പത്തിൽ നിന്നാണ്. ഒന്ന് ആലോചിക്കൂ, നമുക്ക് ജന്മം നൽകിയ ശക്തി ഏതാണ്? നമ്മൾ ആരുടെ പുത്രനാണ്? ഗുരുദേവൻ ഒരിക്കൽ വളരെ രസകരമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു സിംഹക്കൂട്ടിൽ ഒരു ആട്ടിൻകുഞ്ഞ് ജനിച്ചു. സിംഹത്തിനാകെ നാണക്കേടായി അവൻ തലകുനിച്ചു നടന്നു. തന്റെ വീട്ടിൽ പിറന്നത് ഒരു ആട്ടിൻകുട്ടിയായി പോയല്ലോ. ആട്ടിൻകുട്ടിക്കും ലജ്ജയും അപഹർഷതയും തോന്നി. താൻ ഒരു സിംഹത്തിന്റെ കുട്ടിയാണെന്ന് എങ്ങനെ പറയും? ഇവിടെ ഇതാ ഗുരുദേവൻ പറയുന്നു, മക്കളെ, ഞാൻ സിംഹമാണ്. ഞാൻ നിങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സിംഹത്തിന്റെ കുട്ടികളാണ്. സിംഹത്തെ പോലെ പെരുമാറൂ, സിംഹത്തെ പോലെ ജീവിക്കൂ. ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയായി ജീവിക്കരുത്. നമ്മൾ ഗായത്രി മന്ത്രത്തിൽ തത് സവിതുർ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് നമുക്ക് ജന്മം നൽകിയത് ആരാണ് എന്നാണ്. വെറുതെ വാക്കുകളായി ഉച്ചരിക്കാൻ വേണ്ടി മാത്രമല്ല, പറയുമ്പോൾ അത് സങ്കല്പിക്കാൻ കൂടിയാണ്. ആ അഭിമാനം ഉള്ളിൽ വളരാൻ വേണ്ടിയാണ്. നമുക്ക് ജന്മം നൽകിയ ശക്തി ആരാണ്? സവിത. സകലർക്കും ജന്മം നൽകുന്ന ശക്തി.